സംഖ്യാപുസ്തകം അധ്യായം 27. അനന്തരം യോസേഫിന്റെ മകനായ മനശ്ശെയുടെ കുടുംബങ്ങളിൽ മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മകനായ ഗിലെയാദിന്റെ മകനായ ഹേഫെരിന്റെ മകനായ സേലോഫഹാദിന്റെ പുത്രിമാർ അടുത്തുവന്നു. അവന്റെ പുത്രിമാർ മഹള, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ മോശയുടെയും എലയാസാർ പുരോഹിതന്റെയും പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെയും മുൻപാകെ നിന്ന് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല. അവൻ സ്വന്തം പാപത്താൽ അത്രേ മരിച്ചത്. അവന് പുത്രന്മാരുണ്ടായിരുന്നതുമില്ല. ഞങ്ങളുടെ അപ്പന് മകനില്ലായ്കൊണ്ട് അവന്റെ പേർ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെ ആകുന്നത് എന്ത്? അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരവകാശം തരയണം. മോശ അവരുടെ കാര്യം യഹോവയുടെ മുൻപാകെ വെച്ചു. യഹോവ മോശയോട് അരുളി ചെയ്തത്, സെലോഫഹാദിന്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്ക് ഒരവകാശം കൊടുക്കണം. അവരുടെ അപ്പന്റെ അവകാശം അവർക്ക് കൊടുക്കണം. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ അവന്റെ അവകാശം അവന്റെ മകൾക്ക് കൊടുക്കണം. അവന് മകൾ ഇല്ലാതിരുന്നാൽ അവന്റെ അവകാശം അവന്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന് സഹോദരന്മാരില്ലാതിരുന്നാൽ അവന്റെ അവകാശം അവന്റെ അപ്പന്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന്റെ അപ്പന് സഹോദരന്മാരില്ലാതിരുന്നാൽ നിങ്ങൾ അവന്റെ കുടുംബത്തിൽ അവന്റെ അടുത്ത ചാർച്ചക്കാരന് അവന്റെ അവകാശം കൊടുക്കണം. അവനത് കൈവശമാക്കണം. ഇത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണമായിരിക്കണം. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത്, ഈ അബാരീം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശം നോക്കുക. അത് കണ്ട ശേഷം നിന്റെ സഹോദരനായ അഹരോനെ പോലെ നീയും നിന്റെ ജനത്തോട് ചേരും. സഭയുടെ കലഹത്തിങ്കൽ നിങ്ങൾ സീൻ മരുഭൂമിയിൽ വെച്ച് അവർ കാണുക വെള്ളത്തിന്റെ കാര്യത്തിൽ എന്നെ ശുദ്ധീകരിക്കാതെ എൻ്റെ കൽപ്പനയെ മറുത്തതുകൊണ്ട് തന്നെ. സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹജലം അതുതന്നെ. അപ്പോൾ മോശ യഹോവയോട്, യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുൻപായി പോകുവാനും അവർക്ക് മുൻപായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകുവാനും അകത്തു കൊണ്ടുപോകുവാനും സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചത്, എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായ യോശുവയെ വിളിച്ചു. അവൻ്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ എലയാസാറിൻ്റെയും സർവ്വസഭയുടെയും മുൻപാകെ നിർത്തി അവർ കാണുക അവൻ ആജ്ഞ കൊടുക്ക. ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം അനുസരിക്കേണ്ടതിന് നിന്റെ മഹിമയിൽ ഒരംശം അവൻ്റെ മേൽ വയ്ക്കണം. അവൻ പുരോഹിതനായ എലയാസാറിൻ്റെ മുൻപാകെ നിൽക്കണം. അവൻ അവനു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ ഊരീം മുഖാന്തരം അരുളപ്പാട് ചോദിക്കണം. അവനും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും അവൻ്റെ വാക്ക് പ്രകാരം വരികയും വേണം. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. അവൻ യോശുവയെ വിളിച്ചു. പുരോഹിതനായ എലയാസാറിൻ്റെയും സർവ്വസഭയുടെയും മുൻപാകെ നിർത്തി അവൻ്റെ മേൽ കൈവച്ചു യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവന് ആജ്ഞ കൊടുത്തു. അവൻ